ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസ്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ പ്രതിദിന രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗമെന്നത് കാലത്തിന്റെ കണക്കുകൂട്ടൽ മാത്രമല്ല, പ്രപഞ്ചവുമായുള്ള നമ്മുടെ ബന്ധം കൂടിയാണ്. ഇന്നത്തെ ഗ്രഹസ്ഥിതി വിശകലനം ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം പരിശോധിക്കാം. എന്നാൽ അതിനുമുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് വെള്ളിയാഴ്ച 2026 ജൂലൈ 10. ഇന്ന് ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ദശമി തിഥിയാണ്. ദശമി തിഥി കർമ്മങ്ങളിൽ വിജയം കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു ശുഭദിനമാണ്. ഭരണി നക്ഷത്രമാണ് ഇന്ന്. ഇത് ധൈര്യത്തെയും ഊർജത്തെയും സൂചിപ്പിക്കുന്നു. രാവിലെ 7:15 വരെ ധൃതിയോഗമുണ്ട്. ഇത് സ്ഥിരത നൽകുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 5:48 സൂര്യാസ്തമയം വൈകുന്നേരം 7:17 രാവിലെ 10:51 മുതൽ ഉച്ചയ്ക്ക് 12:32 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:06 മുതൽ 12:58 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേഡം, രാശിക്കാരെ, ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ വളരെ സന്തോഷവാനും ഉന്മേഷവാനുമായിരിക്കും. ഇന്ന് നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ ഈ പോസിറ്റീവ് മനോഭാവം നിങ്ങളുടെ ജോലിയിലും പ്രതിഫലിക്കും. ഇത് നിങ്ങളുടെ സഹപ്രവർത്തകർക്കും വലിയ പ്രചോദനമാകും. മേഡം, രാശിക്കാരുടെ ഇന്നത്തെ ജാതകം പറയുന്നത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുകയും നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുക എന്നാണ്. എന്നാൽ ബിസിനസ്സുകാർ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. കടും നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് ഊർജം നൽകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും വിജയിക്കും. വിവിധ പ്രായത്തിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇത് നല്ല സമയമാണ്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ കൂടുതൽ ഉത്സാഹം തോന്നും. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. ജോലിയിലും ബിസിനസ്സിലും ഇന്ന് പുരോഗതി ഉണ്ടാകും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. മുതിർന്നവർ ഇന്ന് പ്രകൃതിയുമായി അല്പം സമയം ചെലവഴിക്കുക. ഇത് മനസ്സിന് വലിയ ശാന്തി നൽകും. ഇന്നത്തെ പരിഹാരം പ്രകൃതിയുമായി അല്പം സമയം ചെലവഴിക്കുക. ചെടികൾക്ക് വെള്ളമൊഴിക്കുക, അല്ലെങ്കിൽ പാർക്കിൽ നടക്കാൻ പോകുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് എന്താണ്? കുടുംബം, സുഹൃത്തുക്കൾ, അതോ നിങ്ങളുടെ ഹോബികളോ? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ജൂലൈ 9 നിങ്ങൾക്ക് ആത്മവിശ്വാസവും പുതിയ ഊർജവും നിറഞ്ഞ ഒരു ദിവസമാണ്. ചന്ദ്രൻ മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ആത്മവിശ്വാസവും ധൈര്യവും ഇന്ന് പ്രകടമാകും. നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും അനുകൂലമായ സ്ഥാനം ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകും. നിങ്ങളുടെ ഈ പോസിറ്റീവ് മനോഭാവം കണ്ട്
ചുറ്റുമുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ ധാരാളം അവസരങ്ങൾ വരുന്നുണ്ട്. അതിനാൽ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് വളരെ നല്ല ദിവസമാണ്. നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കും. അതിനാൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ പോലും ഇന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ മനോഹരമായ ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും പരസ്പര വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിലും കുടുംബകാര്യങ്ങളിലും വളരെ സന്തോഷം അനുഭവപ്പെടും. വീടിനുള്ളിലെ പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾക്ക് ഇന്ന് സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും ചെയ്യും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുക. ഇന്നത്തെ ദിവസം ശാന്തമായി ധ്യാനത്തിൽ ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് മാനസികമായ ഉന്മേഷം നൽകും. ഇന്ന് വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇന്ന് അർഹരായവർക്ക് പാൽ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള മധുരപലഹാരങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ജൂലൈ 9. ചന്ദ്രൻ മേടം രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഇന്നത്തെ ദിവസം സാമ്പത്തിക ആസൂത്രണത്തിന് വളരെ പ്രധാനമാണ്. അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കൈവശമുള്ള പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചെലവാക്കാതെ സൂക്ഷിക്കുക. ബിസിനസ്സുകാർക്ക് പുതിയ നിക്ഷേപങ്ങൾക്ക് പറ്റിയ സമയമല്ല ഇത്. കാരണം സാമ്പത്തിക നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം, വിദ്യാർത്ഥികൾക്ക് ഇന്ന് ക്ഷമയുടെ ദിവസമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് അല്പം ശ്രദ്ധ വേണ്ട ദിവസമാണ്. പങ്കാളിയുമായി പണത്തിന്റെ കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ശാന്തത പാലിക്കുക. ഗൃഹിണിമാർക്ക് ഇന്നത്തെ ദിവസം വീട്ടുചെലവുകൾ ക്രമീകരിക്കുന്നതിന് പ്രാധാന്യം നൽകേണ്ടിവരും. ബജറ്റ് കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും ഇന്ന് ജാഗ്രത പുലർത്തേണ്ട ദിവസമാണ്. പുതിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കി നിലവിലെ ജോലികളിൽ ശ്രദ്ധിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. കൃത്യമായ വ്യായാമവും നടത്തവും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇന്ന് തവിട്ട് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 4 മണി മുതൽ 5:30 വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. ശനിയുടെ സ്വാധീനം കുറയ്ക്കാൻ നീല നിറത്തിലുള്ള രത്നം ധരിക്കുന്നത് നല്ലതാണ്. ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നത് പുണ്യമായി കരുതുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: സാമ്പത്തിക വിജയത്തിന് കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ ആവശ്യം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും QR കോഡ് വഴി പിന്തുണയ്ക്കാനും മറക്കരുത്. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ചന്ദ്രൻ ഇന്ന് മേടം രാശിയിലേക്ക് മാറുന്നതോടെ പ്രണയത്തിന്റെയും റൊമാൻസിന്റെയും കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമായിരിക്കും. ഇന്ന് നിങ്ങൾക്ക് സമാന ചിന്താഗതിക്കാരായ ഒരാളെ കണ്ടുമുട്ടാൻ സാധിക്കും. അവരുമായി വളരെ പക്വമായ രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ ബന്ധം തുടക്കത്തിൽ തന്നെ പ്രണയമായി മാറണമെന്നില്ല. അതിനാൽ അതിന് വളരാൻ അല്പം സമയം നൽകുക. അതേസമയം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മറക്കരുത്. ജോലിയിലെ സമ്മർദ്ദം ഒഴിവാക്കി ബാക്കി സമയം സന്തോഷത്തോടെ ചെലവഴിക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറമിളം പിങ്കാണ്. ഇത്
നിങ്ങളിലേക്ക് ധാരാളം പോസിറ്റീവ് എനർജി കൊണ്ടുവരും. രാവിലെ 9 മുതൽ 10 വരെയുള്ള സമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനം നിങ്ങളുടെ വികാരങ്ങളെ തീവ്രമാക്കുന്നു. അതിനാൽ മനസ്സ് ശാന്തമാക്കാൻ നല്ല സംഗീതം കേൾക്കുന്നത് വളരെ നല്ലതാണ്. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിനപ്പുറം നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റിയ ദിവസമാണ്. യുവജനങ്ങൾക്കായി ഇന്ന് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. ആരോടും സംസാരിക്കുമ്പോൾ തിരക്ക് കൂട്ടരുത്. അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ നിന്ന് മാറി അല്പം സമയം സ്വന്തം ഇഷ്ടങ്ങൾക്കായി മാറ്റിവെക്കാം. ജോലിയിലും ബിസിനസ്സിലും ഇന്ന് ക്ഷമ പാലിക്കുക. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുകയും പ്രകൃതിയോട് ചേർന്ന് സമയം ചെലവഴിക്കുകയും ചെയ്യുക. ഇന്നത്തെ പുണ്യകർമ്മമായി ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുകയോ പക്ഷികൾക്ക് തീറ്റ നൽകുകയോ ചെയ്യുക. ഈ ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം പ്രണയവും സൗഹൃദവും. ഇതിൽ ഏതാണ് ജീവിതത്തെ കൂടുതൽ പക്വമാക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധ്യമല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ മീനം രാശിക്കാരെ, ചന്ദ്രൻ മേടം രാശിയിൽ തുടരുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ ഒരു ദിവസമായിരിക്കും. കാര്യങ്ങളെല്ലാം ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. പണ്ട് നിങ്ങൾ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ ലാഭം ഇന്ന് നിങ്ങളെ തേടിയെത്തും. ഈ വാർത്ത നിങ്ങൾക്ക് വലിയൊരു സന്തോഷം നൽകും. എങ്കിലും ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ഈ പണം കരുതിവെക്കാൻ ശ്രദ്ധിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ പുതിയ ഉണർവ് അനുഭവപ്പെടും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. പങ്കാളിയുമായുള്ള സമയം മനസ്സിന് കുളിർമ നൽകും. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിനുള്ളിൽ സന്തോഷം നിറഞ്ഞു നിൽക്കും. ഇന്ന് സ്വന്തം കൈകൊണ്ട് ആരോഗ്യകരമായ ഒരു ഭക്ഷണം പാകം ചെയ്ത് കുടുംബത്തിന് നൽകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് നേട്ടങ്ങളുടെ ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവിന് അംഗീകാരം ലഭിക്കും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ലഘുവായ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇന്ന് ഒരു നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ആരോഗ്യകരമായ ഭക്ഷണം പാകം ചെയ്ത് മറ്റുള്ളവർക്ക് നൽകുക. ഇന്ന് ഇളം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 4 മുതൽ 5 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ചോദ്യം: ജീവിതത്തിൽ പണത്തേക്കാൾ വലുതായി നിങ്ങൾ കരുതുന്നത് എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി നിങ്ങൾക്ക് ഞങ്ങളെ പിന്തുണയ്ക്കാവുന്നതാണ്.